കെട്ടിക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാമല്ലോ ഇവളുമാർ എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ളത്. ഞാനും മുക്കും കൂടെ ജീവിക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും അറിയണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേ ഒരാൾ വന്നാൽ ഇതുപോലെ തന്നെ ചാൻസ് പോലെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതാക്കുകയും പല പല രീതിയിലൊക്കെ ചെയ്ത് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇതാക്കി ഇനി നമ്മുടെ വകവരുത്തിയേക്ക് എന്റെ കൊച്ചിനെയും പതി ഇതാക്കണം. അപ്പൊ നമുക്ക് വരുന്ന ത്രെറ്റുകളാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 4 പിള്ളേരെ ഒരു പിള്ളേർ ഈയിടയ്ക്ക് മരിച്ചു. എന്നിട്ട് ആ പിള്ളേരുടെ ഖബറടക്കം ആയപ്പോഴാണ് അമ്മ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ത്രെറ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിനെ ഇനി എന്തുവാ റെഡിയാക്കിയേക്ക് ഇനി നമ്മൾ അങ്ങനെയൊക്കെയുള്ള ത്രെറ്റുകളാണ് വരുന്നത്. എന്റെ കൊച്ചിനെ അങ്ങ് വകവരുത്തും. അതുപോലെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എന്റെ കൊച്ചിന്റെ പേര് മാളവിക D എന്നായിരുന്നു. അത് അന്ന് പറഞ്ഞത് ന്യൂമറോളജി പ്രകാരം അത് ഈ BJP പറഞ്ഞത് ഇതോ മക്കൾ വേണ്ട ഇനി. അപ്പൊ ആദ്യം തന്നെ അപ്പം ബന്ധം ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് മക്കൾ വേണ്ട, മക്കൾ ജനിച്ചാൽ ഇങ്ങനൊന്നും നടക്കാൻ പറ്റത്തില്ലെന്നതായി പിന്നത്തെ ഇത്. അപ്പൊ മക്കൾ വേണ്ടാതായി. പിന്നെ ഒരിക്കൽ പറയുന്നത് 3 മക്കൾ വേണം ഉണ്ടാവുമെന്നൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ അങ്ങ് റെഡിയാക്കിച്ചിന് 3 മക്കൾ ഭയങ്കര എല്ലാവർക്കും സന്തോഷത്തിലാണ് ഇവൻ പറയുന്നത്. എന്തൊക്കെയോ വലിയ അങ്ങ് കൂടി കണ്ടിട്ട് ഇവന്റെ സന്തോഷങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇവന് ഒരിക്കൽ ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ഇതുപോലെ എന്താ വെട്ടിക്കോട്ട് അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പോ ഇവന്റെ ഒരു സന്തോഷം ഏതോ കൈനോക്കുന്നാര ഏതൊക്കെയോ കള്ളത്തരം പറഞ്ഞത്. അതുപോലെ എന്താണ് ഇവന്റെ കൈയിലൊന്നും പ്രത്യേകിച്ച് ഒരു കുന്തവും ഇല്ല. നമുക്കറിയാം ഇവന്റെ കൈ വെറും പരട്ട കൈയാണ്. ഇവന്റെ ഇവിടെ സ്ട്രെയിറ്റ് ആണ്, വെറും തേർഡ് റേറ്റ് കൈയാണ് അവന്റെ. അന്ന് വിചാരിക്കുന്ന ഒന്നും നടക്കത്തില്ല അവന്റെ. അതുപോലെ കുറെ നോക്കി ഇതുപോലെ നമ്മളെ അതുപോലെ ഇവൻ കുഞ്ഞുങ്ങളൊന്നും ജനിക്കേണ്ടെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച പോലും ആയില്ല. അതിന് മുമ്പ് ഒരു വിരുന്നിന് എന്റെ അമ്മ വീടിന്റെ സൈഡിലൊക്കെ പോയപ്പം ഒരുത്തൻ അമ്മ വീടിന്റെ സൈഡിലുള്ള കൊച്ചുണ്ണൂണി എന്നാണ് അവന്റെ പേര്. അവൻ പറയുകയാണ് എന്നോട്, അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനേലോന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഗൂഢമായ ഉദ്ദേശത്തോടെയാണ്. അപ്പൊ അനിയത്തിയെ കൊണ്ട് ഇതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവന്മാർ ഇതെല്ലാം ശരിയാക്കിയത്. പക്ഷെ ഒന്നും നടന്നില്ല ഇതുവരെ ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ചെല്ലമുരളി 2017 ഓഗസ്റ്റ് 28 മരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ് സൈലന്റ് അറ്റാക്ക്. അപ്പം നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ വെച്ചപ്പം കുറച്ച് ആൾക്കാർ ഇവരുടെ ഈ എന്റെ അമ്മ വീട്ടിലെ കുറച്ച് ആൾക്കാർ തന്നെ പറഞ്ഞു മധുരക്കോഴിക്ക് പറഞ്ഞു ഒറ്റയ്ക്ക് താമസിച്ചതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. പക്ഷെ അത് ഞങ്ങളൊന്ന് അവോയ്ഡ് ചെയ്തു, ഞങ്ങൾ ചെയ്യിപ്പിച്ചില്ല. അപ്പൊ നമ്മളോടൊരു പോലീസുകാർ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്താണ് മരണകാരണം അറിയാൻ. അപ്പൊ മരണകാരണം അറിയാതെ ഇവർ സൈലന്റ് അറ്റാക്ക് ആണെന്ന് പറയാനപ്പം ഇവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവർ ചുമ്മാ പറഞ്ഞുണ്ടാക്കും സൈലന്റ് അറ്റാക്ക്. അപ്പം മരണകാരണം അറിയാത്തതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് ഇവർ മരിച്ചു കിടക്കുന്നതോ എന്തൊക്കെയോ ഒക്കെയാണ് കണ്ടതെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും പോലീസ് പറഞ്ഞ് എന്തോ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇവർ ചെയ്യിക്കുന്നില്ല. അങ്ങനെയാണ് അതോ ആത്മഹത്യ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതാണല്ലോ. പക്ഷെ കഥകളൊക്കെ വരുന്നത് പിന്നെ ഇവിടെ വന്ന് അതുപോലെ എന്നിട്ട് 2017 ഇത് മരണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ ബിജുപ്പിയുടെ വീട്ടിലോട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അന്നേരം അവിടെ ചെല്ലമുരളിയുടെ ഒരു പെങ്ങളുടെ ഒരു ഭർത്താവ് പറയാണ് വള വാങ്ങിച്ചു കൊടുക്കണം, കൊണ്ടുപോകുമ്പോ പുതിയ സാരി വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനത്തെ തമിഴ്നാട്ടിൽ വല്ല കഷ്ടമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മളോട് ഇവരങ്ങ് പറയുവാണ് ചെല്ലമുരളിക്ക് മോക്ഷം കിട്ടി. നമ്മൾ തിരക്കിയില്ല മോക്ഷം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അങ്ങനെയൊന്നും തിരക്കുന്നേ ഇല്ല. പക്ഷെ നമ്മളോട് ഇവൻ ഈ മുരളിയുടെ പെങ്ങളുടെ ഒരു ഭർത്താവിന് വന്ന് ഇനി നമ്മളോട് തന്നെ പറയുകയാണ് മോക്ഷം കിട്ടിയെന്നൊക്കെ. നമ്മളെ എന്തിനാണ് അവർക്ക് കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യം? മോക്ഷം കിട്ടിയോ ഇല്ലയോ ഇവൻ നമ്മളെ കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയോ ഗൂഢമായ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ എന്റെ ഇപ്പൊ അച്ഛൻ മരിച്ചു, എന്റെ അച്ഛന് മോക്ഷം കിട്ടിയെന്ന് നമ്മൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാവോ മോക്ഷം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ? നമുക്കറിയത്തില്ല. അറിയാത്ത കാര്യമാണ് ഒരാൾക്ക് മോക്ഷം കിട്ടിയോ ഇല്ലയോ. അപ്പൊ ഇവൻ നമ്മളോട് വന്ന് പറയാം ഈ ചെല്ലമുരളിയുടെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ മൈക്രോബയോളജി അതായത് പഠിച്ചവനാണ്. അമേരിക്കയിലൊക്കെ ആയിരുന്നു ഇതുപോലെ. എന്നിട്ടാണ് ഇങ്ങനെ തിരിച്ചു പോകായിരുന്നു. അവനിങ്ങനെ വന്ന് പറയാ മുരളിക്ക് മോക്ഷം കിട്ടി എന്ന് 13ാമത്തെ ദിവസം എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പോയായിരുന്നു അന്നേരം. അത് എന്നോട് വന്ന് പറയുക മോക്ഷം കിട്ടി. എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, നമ്മൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്റെ അച്ഛന് മോക്ഷം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്? നമുക്കറിയാമോ? എന്റെ അച്ഛന് മോക്ഷം കിട്ടിയോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. മോക്ഷം കിട്ടാനൊരു വഴിയില്ല. കാരണം മോക്ഷം കിട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശത്രുക്കൾ ആരാണ്, നമ്മളുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴും നമ്മളുടെ ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങുമ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴുമാണ് നമുക്ക് യഥാർത്ഥ മോക്ഷം വരുന്നത് ശരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജനിക്കും, അതുപോലുള്ള കണ്ടീഷനിൽ ജനിച്ചിട്ട് ഇതേ ഇതിൽ കൂടെ നമ്മൾ പോകേണ്ടി വരും. ഇതേ കഷ്ടതകളിൽ കൂടെ എല്ലാം നമ്മൾ പോകേണ്ടി വരും.
മനസ്സിലായില്ലേ? അപ്പം നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ മനസ്സിലാവണം, നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണം, എങ്ങനെ ആയിരിക്കണം ഒരാളുടെ നേച്ചർ എന്ന് പഠിക്കണം, എങ്ങനെ എങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മോക്ഷം കിട്ടണമെങ്കിൽ. അപ്പൊ അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയുടെ ആർത്തി ചിലർക്ക് ഉണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ ആർത്തിയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്ത് മറ്റുള്ളവരെ പീഡിപ്പിച്ച്. നമ്മളിന്നുവരെയൊന്നും പീഡിപ്പിച്ചിട്ടില്ല, ആരെയും പീഡിപ്പിച്ചൊന്നും 5 പൈസയും വാങ്ങിച്ചിട്ടില്ല. ഇവരെന്നെ പീഡിപ്പിച്ച് ഒത്തിരി വാങ്ങിച്ചതിന് തെളിവുകളുണ്ട്. ഞാൻ തെളിവുകൾ നിരത്തിയിട്ടുണ്ട് പലപ്പോഴും. നമ്മള് കാനഡയിൽ വിസയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എല്ലാം. അപ്പൊ പറഞ്ഞു വന്നത് അതുപോലെ എന്റെ കൊച്ചിന് ഇതുപോലെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ. അപ്പം ഇവന്റെ ആനന്ദൻ എന്ന് പറയുന്ന ഇവന്റെ രണ്ടാനച്ഛനുണ്ട് ഇവന്റെ ഈ ബിജുപിയുടെ അയാള്. അപ്പം അയാളോടെല്ലാം തിരക്കാം, നിങ്ങളുടെ മോൻ ഇത്രയും നാള് ആയി കല്യാണം കഴിച്ചിട്ട് കൊച്ചുങ്ങളൊന്നും ഇല്ലേ കൊച്ചുങ്ങൾ. അപ്പം ഇവന് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെയാണ് എന്റെ മാളു ജനിച്ചത്. അങ്ങനെ ജനിക്കണമെന്നൊന്നും വിചാരിച്ചൊന്നും ജനിച്ചതല്ല. എന്നിട്ട് പല പല വേദനകളുണ്ടായിരുന്നു. ഇവള് പിന്നെ എന്താണ് നമ്മളെ ഒത്തിരി നോക്കി. ഇവള് ബിഫാം പഠിച്ച എംഫാം നമുക്കൊന്നും അറിയത്തില്ല ഇവളെ എന്തൊക്കെയാ പഠിച്ചതെന്ന് നമുക്കൊരു തിട്ടമില്ല സത്യം പറഞ്ഞാല്. ഇവള് ബിഫാം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഇവിടൊക്കെ തന്നെ പറ്റിപ്പ് ചുരുക്കി ഉണ്ടായിരുന്നു. ഇവളിനി വരിക. പിന്നെ ഇവള് നമ്മളെ ഒരു ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയി. ഇവൾക്ക് കാസർഗോഡ് മാണിക്കിനാർ എന്ന് പറയുന്നിടത്ത് എന്തോ ജോലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാ കൊണ്ടുപോയത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒത്തിരി കഷ്ടപ്പെട്ടാൽ നോക്കി. നമ്മൾ ട്രെയിനിൽ കയറിയപ്പം എന്താണ് ഇവളും ഇവനും കൂടെ ഈ ബിജുപിയും പ്രീലായസ് പണിക്കരും കായംകുളത്തുനിന്നാണ് ട്രെയിനിൽ കയറുന്നത്. ഞാനന്ന് എറണാകുളത്ത് EDS സൊല്യൂഷൻസ് എന്ന് പറയുന്നിടത്ത് മെഡിക്കൽ ട്രാൻസ്മിഷൻ പഠിക്കുന്ന സമയം 2004. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന് കയറുമ്പോൾ ഇവനും ഇതിനകത്തുണ്ട്. ഇവനും പ്രീലായസ് പണിക്കരും ബിജുപിയും കൂടെ ട്രെയിനിലുണ്ട്. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോടൊപ്പം ബിജുപി പറയണ ഈ കാർഡ് തത്കാലിലാണ് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തത്. ട്രെയിൻ ടിക്കറ്റ് തത്കാലിൽ എടുത്തു. എന്നിട്ട് ഈ ID കാർഡ് എന്റേതല്ല എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒപ്പിച്ച്. അപ്പൊ ഇവന്മാര് എറണാകുളം വരെ വന്നത് എങ്ങനെയാണ്? TTR നോക്കത്തില്ലേ? അപ്പൊ സാധാരണ നമ്മള് തത്കാലില് ടിക്കറ്റ് എടുത്താൽ ടിക്കറ്റ് ഉണ്ടാകും. ഇപ്പം അവരെ ഇറക്കി വെച്ചില്ലല്ലോ. അപ്പൊ ഞാൻ കയറിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരുത്തൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോ ഇതെല്ലാം സെറ്റപ്പാണ്. അപ്പൊ അവനിങ്ങനെ ഒരു വികലാംഗനെ പോലെ ഒരു വല്ലാത്ത വികൃതമായ രൂപമുള്ള ഒരു മനുഷ്യൻ അവനിങ്ങനെ പോകുന്ന കണ്ട് തിരിച്ചപ്പോഴത്തെ TTR വന്നു. TTR വന്നിട്ട് കാണിച്ചേ നിങ്ങളതല്ലല്ലോ ഇത്, അതുകൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റേഷൻ അപ്പൊ ആലുവയോ വേണ്ടാണ് സ്റ്റേഷനിൽ ഇറങ്ങി കയറണമെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണിയായി. അങ്ങനെ ഇരിക്കുമ്പം ഭീഷണിയായപ്പം ഇന്നലെ ഇയാൾ പോയി. ആലുവ കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങാൻ പോയി. അപ്പൊ ഞാൻ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇറങ്ങാൻ ഇവിടെ അവിടവും ജനറൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടുന്ന് മലബാർ എക്സ്പ്രസില് ഞാൻ മാംഗ്ലൂർ പഠിച്ചുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. മാംഗ്ലൂർ പോകാൻ നമ്മുടെ മലബാർ എക്സ്പ്രസില് കാലുകുത്താൻ സ്ഥലം ജനറലി കാണത്തില്ല. അങ്ങനെ തിരക്കായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ജനിച്ച് നിൽക്കാൻ വയ്യ. നമ്മൾ പ്രഗ്നന്റ് ആണ്, 1, 2, 3 മാസം 4 മാസം ആവുന്നു. ഇത് കളയണം, നമ്മളുടെ പ്രഗ്നൻസി എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്ത് കളയാനുള്ള വേലകളാണ്, നിർത്തണം, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ എന്നെ കഷ്ടപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ വരും കൂടെ. അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല, ഞങ്ങൾ എന്തായാലും ഈ തത്കാലിനൊരു ടിക്കറ്റ് എടുത്ത് ഞങ്ങള് ടെററിസ്റ്റ് ഒന്നും അല്ല, ഞങ്ങൾ ടെററിസ്റ്റ് നടത്താനൊന്നും അല്ല പോകുന്നത്. പിന്നെ ഞാനും വക്കീല, ഞങ്ങൾക്കും അറിയാം നിയമങ്ങളൊക്കെ. ഞാൻ ഇതിനെതിരെ കേസ് കൊടുത്തു, നിങ്ങൾ ഞങ്ങളെ ഇത് വാങ്ങിച്ച് വേറെ ആർക്കും മറിച്ച് വിറ്റ് നിങ്ങൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ നോക്കുന്നതാണ്, ഞങ്ങളെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങേരങ്ങേറെ പാർട്ടി കൂടി. അപ്പൊ ഈ വികലാംഗനോട് ഞാൻ പറഞ്ഞു, നിന്നെ ചുമ്മാതല്ലേ ദൈവം പറച്ചു വിട്ടിരിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് വികലാംഗനായിട്ട് ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കുറെ പാപം ചെയ്തവരാണ്. അതുകൊണ്ട് ഈ വികലാംഗനെ കാണുമ്പോൾ വലിയ സിമ്പത്തറ്റിക് ആവേണ്ട, സിമ്പത്തൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള അത്ര കർമ്മഫലത്തിന്റെ ഫലമാണ് ഇവനൊക്കെ ഇങ്ങനെ ഇത്രയും എന്താ പറയുന്നത് വികലാംഗരായിട്ടൊക്കെ ജനിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ദൈവം നമ്മുടെ കർമ്മഫലം. ഇവന്മാരിങ്ങനെ നമ്മളെ ഇതുപോലെ ഇപ്പം നമ്മുടെ കിഡ്നിയിലോട്ടൊക്കെ ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ച് കണ്ടവരുടെ കൈ മുറിക്കുക, കാല് മുറിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി സിസ്റ്റമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒത്തിരി എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് എന്താ കർമ്മഫലമാണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ വികലാംഗരായിട്ട് ജനിക്കുന്നത്. അതുകൊണ്ട് ഇവനോട് ശരിക്കും പറഞ്ഞാൽ അക്ഷരം ചുമ്മാ അല്ല നിന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഇനിയെങ്കിലും നല്ലതാവണ്ട, അവിടെ നിന്നെ കണ്ടാൽ എന്തോ പോലെയാണ്, അങ്ങനെ ഇങ്ങനെയാണല്ലോ പറഞ്ഞു, ഒരക്ഷരം മിണ്ടിയില്ല. അപ്പൊ ഇവന്മാരൊക്കെയാ എന്നിട്ട് എല്ലാം കേറിക്കിടന്ന് നല്ലപോലെ സ്ലീപ്പറെ കിടന്ന് ഉറങ്ങി. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു. എന്നിട്ട് കുറച്ച് തിരിച്ചു പോന്നു. കുറച്ചു മാസം കഴിഞ്ഞപ്പോ ഇവള് പിന്നെയും വിളിച്ചു, ഇവക്ക് എംഫാമിന് അഡ്മിഷൻ
പെർമിഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ പിന്നെ വിളിച്ചു. വിളിച്ചപ്പോ അവിടെ പോയി നമ്മളെ വൈകുന്നേരം വരെ നിർത്തി.